പത്തരമാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അറിയാതാണെങ്കിലും നമ്മുടെ ജലജ ആ സത്യം അങ്ങ് തുറന്ന് പറയുകയാണ്. ജലജയുടെ വായിൽ നിന്നും ആ സത്യം കേട്ടിട്ട് നമ്മുടെ അവന്തികയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം ഇത്രയും കാലം നാഗേന്ദ്രനാണ് തൻ്റെ അച്ഛൻ എന്നായിരുന്നു അവന്തിക വിശ്വസിച്ചിരുന്നത്. പക്ഷേ ജലജയുടെ നാവിൽ നിന്ന് കേട്ടപ്പോൾ അതല്ല സത്യമെന്നും മറ്റൊരാളാണ് തൻ്റെ അച്ഛനും എന്നുള്ളതും അവന്തിക മനസ്സിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവന്തിക ചോദിക്കുന്നുണ്ട്, എന്താ അമ്മേ നിങ്ങൾ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെ ഒരാളെ പറ്റി പറയാൻ പറ്റുമോ? എൻ്റെ അച്ഛനല്ലേ, എൻ്റെ അച്ഛൻ നാഗേന്ദ്രനല്ലേ, ഇത്രയും കാലം അതല്ലേ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങളുടെ അച്ഛൻ നാഗേന്ദ്രനാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ ഭർത്താവ് നാഗേന്ദ്രനാണെന്നുള്ളത് മാത്രമല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ചോദിച്ചോ എന്നോട് നിങ്ങളുടെ അച്ഛൻ നാഗേന്ദ്രനാണ് എന്നുള്ളത്? അയാൾ നാട്ടിലെത്തി നിങ്ങളെ വല വീശും എന്നുള്ളത് എനിക്കുറപ്പാണ്. കാരണം എനിക്ക് എതിരായിട്ട് കളിക്കാനുള്ള അയാളുടെ ഒരേ ഒരു തുറപ്പിച്ചീറ്റ് എന്ന് പറയുന്നത് എൻ്റെ മക്കളാണ്. എന്തായാലും ഇനി നിങ്ങൾ ആ സത്യം മനസ്സിലാക്കുക. നിങ്ങളെ കയ്യിലെടുക്കാനും നിങ്ങളെ വെച്ച് എനിക്കെതിരായിട്ട് കളിക്കാനുമാണ് അയാൾ നാട്ടിലെത്തിയിരിക്കുന്നത്. ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് അയാൾ എനിക്കെതിരായിട്ടുള്ള തുറപ്പിച്ചിട്ടുമായിട്ടാണ് വരിക എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും നിങ്ങളുടെ അടുത്ത് എത്തുമെന്നുള്ളൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ സത്യം മനസ്സിലാക്കണം. എന്തായാലും നിങ്ങൾ അയാളുടെ കുഞ്ഞല്ല, നിങ്ങൾ രണ്ടുപേരും മറ്റൊരാളുടെ കുഞ്ഞാണ് എന്ന് പറഞ്ഞിട്ട് അവന്തികയോട് വാദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അവന്തിക ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അമ്മ പറയുന്നത് ഞങ്ങൾ വിശ്വസിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും തെളിവ് കാണിച്ചു തരണം. അല്ലാതെ വെറുതെ ഓരോന്ന് വായിൽ വിളിച്ച് പറഞ്ഞാൽ അതങ്ങ് ഞങ്ങൾ വിശ്വസിക്കാൻ നിൽക്കുകയാണോ? ഞങ്ങൾക്കൊരിക്കലും അത് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിനക്ക് തെളിവല്ലേ വേണ്ടത്, ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് തൻ്റെ പഴയകാല ചിത്രങ്ങൾ തപ്പിയെടുത്തിട്ട് അവന്തികയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ആ ഒരു സമയത്ത് മറ്റൊരാൾ മൊത്തേ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഒരു ചിത്രമായിരുന്നു നമ്മുടെ ജലജ കാണിച്ചു കൊടുത്തത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതാണ് നിങ്ങളുടെ അച്ഛൻ, അല്ലാതെ നിങ്ങളുടെ നാഗേന്ദ്രനല്ല. നാഗേന്ദ്രൻ്റെ സ്വഭാവം അന്നേ എനിക്ക് പിടിക്കത്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെയായിരുന്നു ഞാൻ എൻ്റെ സ്നേഹം മുഴുവൻ പങ്കുവച്ചിരുന്നത്. പിന്നീട് അയാൾ ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് അയാൾ നാട് വിട്ടുപോയി. ഇയാളാണ് നിങ്ങളുടെ അച്ഛൻ, അല്ലാതെ നാഗേന്ദ്രനല്ല. വെറുതെ നിങ്ങൾ വെടികളാവാൻ നിൽക്കണ്ട എന്നൊക്കെ സത്യം ഓരോന്നായിട്ട് തുറന്ന് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ മുത്തശ്ശിക്കും ഇക്കാര്യത്തെക്കുറിച്ച് അറിയുമോ എന്നുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് ഏകദേശ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഈ രീതിയിലല്ല, മറ്റു രീതിയിലാണ്. നാഗേന്ദ്രനെയാണ് നിങ്ങളുടെ മുത്തശ്ശനൊക്കെ തെറ്റിദ്ധരിച്ചിരുന്നത്. പക്ഷെ അതൊന്നല്ല സത്യം, ഇതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, ആ നാഗേന്ദ്രൻ്റെ സ്വഭാവം കൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്. എന്തായാലും ഇക്കാര്യത്തെക്കുറിച്ച് പൊളിച്ചെടുക്കാനായിട്ട് അയാൾ ഇങ്ങോട്ട് വരും. അതിനായിട്ടാണ് നിങ്ങളെ ആദ്യം വലവീശി പിടിച്ചത്. കാരണം എനിക്കെതിരായിട്ട് കളിക്കണമല്ലോ. എന്തായാലും ഞാൻ ചെയ്തത് ചതിയാണെന്നുള്ള രീതിയിലാണ് അയാൾ നടക്കുന്നത്. പക്ഷേ എനിക്കതൊന്നും പ്രശ്നമല്ല. കാരണം ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം നാഗേന്ദ്രൻ എനിക്ക് തന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇയാളെ പോലെ ഉള്ള ഒരാളെ ഞാൻ സ്നേഹിച്ചത് എന്നൊക്കെ ഇങ്ങനെ തുറന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അവന്തിക ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. കാരണം തൻ്റെ കോടീശ്വരനായ ആ അച്ഛനാണല്ലോ ഞങ്ങളുടെ അച്ഛൻ എന്ന് വിശ്വസിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ട് മനക്കോട്ട കെട്ടി നടക്കുകയായിരുന്നു. ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അവന്തിക.